മുണ്ടക്കയത്ത് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരിച്ച വാർത്ത നമ്മൾ നേരത്തെ കണ്ടു. കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സ് ഓഫീസിലെ ഹോംഗാർഡായ KS സുരേഷാണ് മരിച്ചത്. വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞുകിടന്ന മരം മുറിച്ചു മാറ്റുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത്. നമുക്കൊപ്പം നിതിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്താണുള്ളത്. നിതിൻ, പറയൂ. തീർച്ചയായിട്ടും ഈ അപകടം നടന്ന സംഭവ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ സംഭവ സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ കാണാൻ സാധിക്കും. അതായത് ഈ കിടക്കുന്ന പോസ്റ്റ് ഒടിഞ്ഞു വീണ് ഈ സുരേഷിൻ്റെ ദേഹത്തേക്ക് വീണാണ് അദ്ദേഹത്തിന് ദാരുണാന്ത്യം സംഭവിക്കുന്നത്. ഇവിടെ വെച്ച് നമ്മൾ പ്രദേശവാസികളോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ വീണ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുറിവുകളോ മറ്റു പാടുകളോ ഒന്നും തന്നെ കാണാനില്ലായിരുന്നു. സുരക്ഷാ ജാക്കറ്റുകളും അതുപോലെ തന്നെ ഹെൽമെറ്റും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്റ് വീണ ഒരു ആഘാതത്തിലാണ് ഹെൽമെറ്റ് തെറിച്ചു പോയതെന്നുമൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ KSEB ഉദ്യോഗസ്ഥരൊക്കെ എത്തി സംഭവ സ്ഥലം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് നിൽക്കുന്ന ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള മരം ഈ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ചരിഞ്ഞു കിടക്കുകയായിരുന്നു. അത്തരത്തിൽ ചരിഞ്ഞു കിടന്ന മരം മുറിച്ചു മാറ്റുന്നതിനായിട്ട് KSEB ഉദ്യോഗസ്ഥരെത്തിയിരുന്നു. അവർ ഫയർഫോഴ്സിൻ്റെ സഹായം തേടുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി, കാഞ്ഞിരപ്പള്ളി യൂണിറ്റ് എത്തി ഈ മരം മുറിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പോസ്റ്റ് ഒടിഞ്ഞു വീഴുന്നത്. ഈ നമ്മളോടൊപ്പം ഇവിടുത്തെ പ്രദേശവാസികളും ഇപ്പോൾ സ്ഥലത്തുണ്ട്. ചേട്ടാ, ഈ സംഭവം നടക്കുമ്പോൾ ഇത് കണ്ടിരുന്നോ? കണ്ടായിരുന്നു. എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചത് മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മരം കറങ്ങി പോസ്റ്റിൻ്റെ അടിക്കുകയും പോസ്റ്റ് വന്ന് ഈ പുള്ളി ഓടുന്ന വഴിക്ക് പുള്ളിയുടെ പുറകിൽ വന്ന് തട്ടുകയും മരിക്കുകയായിരുന്നു. അന്നേരം മരിച്ചില്ല. പുള്ളി ഹോസ്പിറ്റലിൽ ചെന്ന ശേഷം കുറേ കഴിഞ്ഞാണ്, ഒബ്സർവേഷനിലായിരുന്നു കുറേ സമയം ശേഷമാണ് പുള്ളി മരിച്ചത്. ഉടനടി തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിച്ചായിരുന്നു. അന്നേരം തന്നെ ഇത് കേബിൾ നന്നാക്കുന്നവരുടെ റിക്ഷ ഉണ്ടായിരുന്നു, കയറ്റി പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റി. ഈ മരം എപ്പോഴാണ് ഈ പോസ്റ്റിലേക്ക് ഒടിഞ്ഞു വീണത്? ഒരു 4-5 ദിവസമായി. ഇന്നത് മാറ്റാനായിട്ട് ഉദ്യോഗസ്ഥരെത്തിയതാണല്ലേ? മാറ്റാൻ വന്നതാ ഫയർഫോഴ്സിന് ഉദ്യോഗസ്ഥർ. എന്റെ ഉടമ തന്നെ വിളിച്ച് പറഞ്ഞിട്ട് വന്നതാണ്. ഈ KSEB ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ലൈനൊക്കെ വിച്ഛേദിച്ചിട്ടുണ്ടായിരുന്നു. കറണ്ട് ഒന്നും എല്ലാം ഡിസ്കണക്ട് ചെയ്തായിരുന്നു. അതാണ് ആര്യ സംഭവിച്ചത്. അതായത് ഈ വൈദ്യുതി ലൈനെല്ലാം വിച്ഛേദിച്ചതിന് ശേഷം KSEB ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും എല്ലാം ചേർന്ന് പ്രദേശത്ത് ഈ മരം മുറിച്ചു മാറ്റുന്ന ഒരു ഇത് നടത്തുകയായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ മരം മുറിച്ചു മാറ്റുന്നതിനിടയ്ക്ക് ഈ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീഴുന്നത്. പോസ്റ്റും അധികം കാലപ്പഴക്കമുള്ള പോസ്റ്റല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുതിയ പോസ്റ്റാണ്. അത്തരത്തിൽ ഈ പോസ്റ്റ് ഒരു ശരി, നിതിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.